മേഘാലയയിലെ ഖനി മാഫിയയ്ക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കാൻ പോലീസും രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരുമൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ആഗ്നസ് കാർഷിംഗ്. നവംബർ 8-ന് മാഫിയയുടെ ആക്രമണത്തിനിരയായി ജീവച്ഛവമായി മാറിയ ആഗ്നസ് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരിൽ ഒരാളാണ്. ആഗ്നസിനെ ആക്രമിക്കാൻ സഹായകരമായ വിവരങ്ങൾ പോലീസ് തന്നെയാണ് ഖനി ഉടമകൾക്ക് ചോർത്തി നൽകിയതെന്നാണ് സൂചനകൾ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ 2014-ൽ എലിമട ഖനനം നിരോധിച്ചതിനു ശേഷവും മേഘാലയയിൽ നിന്നും ആയിരക്കണക്കിന് ട്രക്കുകളിലാണ് കൽക്കരി പുറത്തേക്കൊഴുകുന്നത്. ഇവയെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ആഗ്നസും ഒപ്പമുണ്ടായിരുന്ന സാമൂഹിക പ്രവർത്തക അമിത സാങ്മയും ആക്രമിക്കപ്പെട്ടത്. ഈസ്റ്റ് ജയന്തിയ കുന്നുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ട്രക്കുകളിലുള്ളത് 2014-ന് മുമ്പ് ഖനനം ചെയ്ത കൽക്കരിയല്ലെന്നും അനുവദിച്ചതിനേക്കാൾ 3 മടങ്ങ് അധികം ഭാരമാണ് ഈ ട്രക്കുകൾ വഹിക്കുന്നതെന്നും ആഗ്നസ് ചൂണ്ടിക്കാട്ടി. പരാതിയെ തുടർന്ന് ഏതാനും ട്രക്കുകൾ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നിർബന്ധിതരായെങ്കിലും ആഗ്നസിനെക്കുറിച്ച വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ഖനി മാഫിയയ്ക്ക് ചോർന്നുകിട്ടി. അവരുടെ വാഹനത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ 2 വനിതകളെയും മരിക്കുമെന്ന് ഉറപ്പാകും വരെ പിക്കാസുകൊണ്ടും ഇരുമ്പുവടികൾ കൊണ്ടും തല്ലിച്ചതക്കുകയായിരുന്നു ഗുണ്ടകൾ. സംഭവം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പോലീസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ആഗ്നസ് പറയുന്നത്. No, police did not protect and they came late. And we were near the NH and not far from that Ladrambai. They could have come. സംസ്ഥാന പോലീസിൽ IG റാങ്കിലുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ സഹോദരിയായിട്ട് പോലും ആഗ്നസിനെ ആക്രമിച്ച യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇന്നും മേഘാലയ സർക്കാർ തയ്യാറായിട്ടില്ല. കൽക്കരി ലോറികളാകട്ടെ അനധികൃത ലോഡുകളുമായി നിർബാധം ഇന്നും സംസ്ഥാനത്തിന് പുറത്തേക്കൊഴുകുകയും ചെയ്യുന്നു. ക്യാമറ പേഴ്സൺ MN നിതീഷിനോടൊപ്പം മേഘാലയയിൽ നിന്നും A. റഷീദുദ്ദീൻ, മീഡിയ 1.